കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കസിൻസ് മീറ്റ് പ്രമാണിച്ച് ഒരു കട്ട്ല ഫിഷ് കാവ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ ഫിഷ് ഗ്രിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നൈറ്റ് ആയപ്പോഴേക്കും എന്റെ കസിൻസ് ആയ ചന്തു, ചിന്തു, പിന്നെ എന്റെ അളിയനായ കണ്ണനും വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. തൊള്ള കത്തിയടാ എടാ പവറേഷ് അത്രേ ഉള്ളു പൊളിച്ച് പിന്നെ ഇത്ര നേരം ഓക്കെ ഞാൻ ഇങ്ങനെ തന്നെ കത്തിക്കണം. ഒറ്റ പീസ് വെട്ടണം, അതിനെ മടക്കി ഫോൾഡ് ചെയ്തല്ലേ വെക്കണം. ഈ ഫിഷ് കഴിക്കും നിങ്ങളൊക്കെ? നീ കഴിക്കൂല? ഞാൻ ഈ സാധനം കഴിക്കില്ല. നീ ഏത് മീൻ കഴിക്കുന്നു? അമൂറല്ല, ഇത് കട്ടില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഇത് ചീറ്റോ എന്നുള്ള എനിക്കൊരു വിരള് നിന്റെ തള്ള കരള്. ഒരു കാര്യം പറയാം, ആയുധങ്ങൾ വെച്ചുള്ള കളിയാണ്. അത് മുള്ള് അത് മുള്ള് ഭാഗമാണ്. ആവേശം മൂത്ത് മറ്റേ മീനില്ലാതാക്കണ്ടി. ഞാൻ കിട്ടി നീ അടുത്ത രാജി വെച്ചു ഓരോ വശമുണ്ട്. ശരി ശരി. എന്നിട്ട് തലയ്ക്ക് വാക്കത്തി കണ്ടു. മീനിന്റെ തല പോയി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മീനായാലും എന്തൊക്കെ ചെയ്യുന്നു നമ്മുടെ പ്രൊഫഷണൽസ് ആണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നൂന്നില്ലെങ്കിലാണ് നിങ്ങൾ ഇത് കട്ട് ചെയ്തോ, ഞാൻ നെറ്റ് കട്ട് ചെയ്തു. ജ്യേഷ്ഠ എന്റെ എല്ലിത്തിരി വലുതാണ് കേട്ടോ, മുള്ളു നല്ല കട്ടിയുണ്ട്. ഞാൻ പിടിച്ചോ പൊട്ടിക്കുന്നില്ല. അതെ അത്രേ ഉള്ളൂ. ഇനി ഈ തലയും കൂടെ നടക്കി കീറി കഴിഞ്ഞാൽ ഗോൾഡൻ റംസ് കട്ടുള്ള തലയടാ. ഇവിടെ മസാല തേച്ചാൽ മതി. മീൻ ഇപ്പൊ നോക്കടാ ഇവിടെ മസാല തേക്കണ്ടേ. ഇവിടെ തകർത്ത് പിടിച്ച് മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ഗ്രില്ലിങ്ങിന്റെ. പീസ് എടുക്കുന്നാലും നമ്മുടെ കനല് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണന്റെ മാസ്മരികമായ കട്ടിങ്. അല്ല അപ്പൊ നീ കാര്യം കമഴ്ത്തി നോക്കുക, അകത്തുനിന്ന് കുറച്ചിങ്ങനെ പഠിച്ച് ഇങ്ങോട്ട്. ഇത് കണ്ട, ഇത് ഇപ്പൊ സെറ്റ് ചെയ്തതാണ്. ഇനി ഇത് ഇവിടെ കൂടി ലോക്ക് ചെയ്താ ഉദ്ഘാടനം. ഈ ചൂടിൽ അങ്ങ് ഇരുന്നാ മതിയാ? എവിടെ പോകാൻ മുട്ടിൽ ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എത്ര നേരമാണെന്ന് നമുക്കറിയില്ല. വരുന്നു നോക്കുന്നു, വീണ്ടും പോകുന്നു, വരുന്നു നോക്കുന്നു, അങ്ങനെ പറ്റുള്ളൂ. ഒരു 8:20 ആകുമ്പോൾ നമ്മൾ വരാം. 8:40 പിന്നെ 8:20 തിരിച്ചു വരും. ടൈം അല്ലെ 9:20 അല്ലെങ്കിൽ പറഞ്ഞു പറ്റി. അപ്പൊ നമ്മൾ മറിച്ചിടാൻ പോവുകയാണ്. ഇല്ല കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലേ ചൂടാകുന്ന വെണ്ട നോക്ക്. എന്തില്ല. വെക്കാം. അപ്പൊ കുറച്ച് ഡ്രൈ ആയിരിക്കുകയാണ്, നമ്മൾ കുറച്ച് എണ്ണ വേണം. അതും വെളിച്ചെണ്ണയാണ്, നമ്മൾ നാടൻ രീതിയാണ്. സോ വെളിച്ചെണ്ണ പോർക്ക് നന്നായിട്ട് താഴെ പോകുന്നുണ്ട്. ടെൻഡർ മീറ്റ് ആണ്, ഇത് കുക്കാവാൻ കുറെ സമയം ഉണ്ടായിരുന്നാലും ഇപ്പോൾ 50 മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞു. വൺ സൈഡ് 25 മിനിറ്റ്സ് വെച്ച് ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ 50 മിനിറ്റ്സ് ആയിട്ടുണ്ട് കുക്കിംഗ് പീരീഡ്. ഒരു സൈഡ് 25 മിനിറ്റ്സ് നമ്മൾ ഇനി എടുക്കാൻ പോവുകയാണ്. ആക്ച്വലി ഈ മെഷ് വച്ചെന്ന് പറഞ്ഞാല് ഇതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. കാരണം ഇത് സ്കിന്ന് നമ്മളെ ഈ പെർമനന്റ് മെഷിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പററി മെഷ് വെച്ചത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് മറ്റേ വാഴയിലയിൽ പൊതിഞ്ഞ് അലുമിനിയം ഫോയിൽ വെക്കുന്ന സംഭവമായിരുന്നു. പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കുക്ക് എത്ര കുക്കായോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ഈ മെഷിൽ വെച്ചു.
അല്ലെങ്കിൽ പതുക്കെ എടുക്കുക ഇതിലേക്ക് അത് പൊടി ഇല്ലില്ല അത് വലിയ സീൻ ഉണ്ട് കുക്കഡ് ആയി കേട്ടോ കാരണം അത് വിട്ടു വന്നു അടിപൊളിയായിട്ടുണ്ട് ബട്ടറി കഴുത്തിന്ന് വിട്ടു വന്നു സാധനം. ഇതാണ് റീസൺ നമ്മൾ അതിൽ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. നമ്മൾ അതിൽ വെച്ചിരുന്നെങ്കിൽ മറിച്ചിടാൻ പറ്റത്തില്ല, മറിച്ചിടുകയാണെങ്കിൽ പണിയുണ്ട്. അല്ല ആരെങ്കിലും ഒരാളെ കണ്ടിട്ട് കൊതു സഹിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ എക്സസൈസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. പതിയുടെ പൊട്ടല് ഇല്ല എങ്കിൽ വെച്ച് കുറച്ച് കിട്ടാത്ത ഇറച്ചിയൊന്നും വിട്ടുള്ള ഒന്നും നോക്കണ്ട. നെറ്റ് ഒന്ന് ആരെങ്കിലും മാറ്റുമോ? നെറ്റ് അത് മാറ്റാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആക്ച്വലി അത് ഉണ്ടാക്കിയവരുണ്ട്. ശ്രീലക്ഷ്മി വിൽ സ്റ്റാർട്ട്. ഇവിടെ വന്ന് കഴിച്ചാൽ പറ്റും കാരണം ഇത് ഇല സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അല്ല എങ്ങനെയല്ല കഴിക്കാതെ നിങ്ങൾ ആദ്യം ഈ നാരങ്ങ എടുക്കുക. അല്ല ഇതിൽ കുറെ നാരങ്ങയുടെ പീസ് ഞാൻ ഇട്ടിട്ടുണ്ടോ. എങ്ങനെയുണ്ട് ഫിഷ് കുക്കഡാണ്? അവര് മാത്രം നമ്മളും ടേസ്റ്റ് ചെയ്യണം. It's really well. നീ ട്രൈ ചെയ്തോ. Superbly cooked. Yes. It's not a game guys. It's very good. അപ്പോൾ ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. ഇല്ല ആക്ച്വലി അതിന്റെ മസാല ഉള്ളിൽ പിടിച്ചിട്ടുണ്ടോ? Yes, പിടിച്ചിട്ടുണ്ട്. അടിപൊളി മസാല കംപ്ലീറ്റ് ആദ്യം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി 50 മിനിറ്റ്സ് നമ്മൾ സ്ലോ കുക്ക് ചെയ്തെടുത്തതാണ്. 25 മിനിറ്റ്സ് ഈച്ച് സൈഡ്. ഇല്ല നമ്മൾ ടെൻഡർ ആവാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു സൈഡിൽ ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്യും. അത് ആ പൊളിഞ്ഞു വരുന്നുണ്ടോ? അത് വെൽ കുക്ക്ഡ് ആയിട്ടാണ് പൊളിഞ്ഞു. അപ്പൊ എനിക്കിനി ഒരു കാര്യം അറിയാനുണ്ട്. എല്ലാരും ഇതിനെ വാഴ്ത്തിപ്പാടി ഇന്ന് ഇത് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ചന്തു പറഞ്ഞു ചേച്ചി അപ്പവും തലേ ദിവസത്തെ മീൻകറിയും എന്ന് വെച്ചാൽ കുടംപുളിയിട്ടല്ലേ, കോട്ടയം സ്റ്റൈൽ കുടംപുളിയിട്ട മീൻകറി തേങ്ങ അരയ്ക്കാത്ത വേണം. പിന്നെ ഇന്നലെ വെച്ചതാണ് അയല മീൻകറി. ഇത് ചന്തു കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ആക്ച്വലി ഫ്രിഡ്ജ് എന്ന് പറയുന്നത് തണുപ്പന്നല്ലേ ചൂടാണ്. കണ്ണനുവാദമല്ലേ അടിപൊളി കളറാണ്. കളറ് പറയണം. നല്ല നല്ല കളറാണ്. യെസ് വെരി ഗുഡ്. അടിപൊളി. അവൻ പറഞ്ഞതുപോലെ കുടംപുളി ഇട്ട് പച്ച മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തത് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാം. ആക്ച്വലി അടിപൊളിയാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. എടാ സീ ഞാനിപ്പോഴും പറയുന്നുണ്ട് അപ്പത്തിനോട് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ഫിഷ് കറിയാണ്. എനിക്ക് സംഭവം ഈ ബ്രെഡ് ഐറ്റംസിന്റെ കൂടെ മീൻകറി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കപ്പയും മീൻകറിയാണ് കഴിക്കുന്നത്. നീ കഴിച്ചോ? അല്ല ആക്ച്വലി അടിപൊളി മീൻ കറിയാണ്. അല്ല കപ്പയും കൂടെ എങ്ങനെയുണ്ട് ചേച്ചി? താഴെ ഇറങ്ങി കുറച്ച് മുകളിലായി. എങ്ങനെയുണ്ട്? സോ അങ്ങനെ ഒരു അടിപൊളി നൈറ്റ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് മനസ്സ് തുറന്ന് അർമാദിച്ച ഒരു ദിവസം വേറെ ഇല്ല. സോ സെയിം ഡേ നമ്മൾ വേറെയും റെസിപ്പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എല്ലാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ ടു നിക്സ് മോജോ. ബൈ ബൈ.